തൃശൂർ ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ സ്വകാര്യ ബസ്സിടിച്ച് മാൻ ചത്തു. ദേശീയപാത കുറുകെ കടക്കുകയായിരുന്ന മാനിനെയാണ് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഇടിച്ചത്. മാനിന്റെ ശവശരീരമാണ് നമ്മൾ കാണുന്നത്. എസ് ലിഷോയ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ലിഷോയ്, ഇതിലെയൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ മാനൊക്കെ കടന്നു പോകാറുണ്ടോ? എങ്ങനെയാണ് അപകടം ഉണ്ടായത്? സാധാരണഗതിയിൽ ഇതിലൂടെ വന്യമൃഗങ്ങൾ കടക്കാറില്ല. കാരണം ആറുവരി പാതയാണ്. അത് ഈ വനപ്രദേശത്തു കൂടെയുള്ള ഒരു പാതയല്ല. പക്ഷെ ഇതിന് തൊട്ടടുത്ത് വനപ്രദേശം ഉണ്ട് താനും. മണ്ണുത്തി ആ മേഖലയിൽ നിന്ന് റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. അതിനിടയിലാണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബസ് ഇടിച്ച് തെറിപ്പിച്ചത്. ഉടനടി തന്നെ മാൻ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെ നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി മാന്റെ ജഡം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇതിനോട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ കാട്ടാനാക്രമണവും അതിനോടൊപ്പം തന്നെ കാട്ടുപന്നി ആക്രമണവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാനിന്റെ സാന്നിധ്യം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ശരി, എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പാലക്കാട് റൂട്ടിലെ ബസ്സാണ് മാനിനെ ഇടിച്ച് മണ്ണുത്തിലാണ് ഈ സംഭവം. അതേസമയം വലിയ അപകടകരമായൊരു സ്ഥിതിയുമുണ്ട്. ഇപ്പോൾ ഇരുചക്ര വാഹനമൊക്കെ ആണെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അപകടമുണ്ടായേനെ. അല്ല, മാനിനും ജീവൻ നഷ്ടമായി. അത് അവിടെ വനമേഖലയല്ല എന്നും ലിഷോയ് പറയുന്നു. പക്ഷേ തൊട്ടടുത്തൊക്കെ ഉണ്ട്. ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായി മാനിന് ജീവൻ നഷ്ടമായത്. എന്തായാലും ഒരു കേസൊക്കെ വരുമല്ലേ ഇനി? സ്വാഭാവികമായി.